ബാലസംസ്കാര കേന്ദ്രത്തിന്റെയും ബാലഗോകുലത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ 30ാമത് ശിവരാത്രി സംഗീതോത്സവം കേശവ സ്മൃതി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. നൂറുകണക്കിന് കലാകാരന്മാർ പങ്കെടുത്ത സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് നിർവഹിച്ചു. ബാലസംസ്കാരത്തിന്റെയും ബാലഗോകുലത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 30ാമത് ശിവരാത്രി സംഗീതോത്സവം ആലുവ സ്മൃതി ഹാളിൽ വെച്ച് നടത്തി. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് സംഗീതോത്സവത്തിന്റെ ആവശ്യമില്ല. ആ ഉത്സവത്തിന് ഒരു പക്ഷേ ഈ ലോകത്തുള്ള 90% ആളുകൾക്ക് സംഗീതം സന്തോഷത്തിലാണ്. അല്ലാത്ത വ്യക്തികൾ ആര് എനിക്ക് സംഗീതം അതിലേക്ക് അതൊരു വലിയ സന്തോഷത്തിന്റെ ഒരു ഭാവമാണ് സംഗീതം. അതുകൊണ്ട് സംഗീതമില്ലാത്ത ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് മരുഭൂമി. നമുക്കറിയാം ലോകത്തില്ല. ആ മരുഭൂമികളിൽ ഇല്ലാത്തത് മരണമാണ്. സംഗീതവും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിലെ സംസ്കാരത്തിന്റെ ഏറ്റവും അടിത്തറ സംഗീതമാണ്. ജി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാലഗോകുലം സംസ്ഥാന സെക്രട്ടറി VJ രാജ്മോഹൻ മഹാശിവരാത്രി സന്ദേശം നൽകി. ബാലസേവാനിധി സമർപ്പണം ബാലസംസ്കാര കേന്ദ്രം ചെയർമാൻ PK വിജയരാഘവൻ സ്വീകരിച്ചു. ചടങ്ങിൽ ബാലഗോകുലം സംസ്ഥാന ഭഗിനി പ്രമുഖ ഡോക്ടർ ജഗദംബികയ്ക്ക് ആദരവ് നൽകി. തുടർന്ന് വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച കുട്ടികളെ അനുമോദിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ രാജീവ് KV, ജനറൽ സെക്രട്ടറി MP സുബ്രഹ്മണ്യ ശർമ്മ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആനയടി പ്രസാദിന്റെ സംഗീത കച്ചേരിക്ക് ആനയടി ഹരിറാം വയലിൻ, N ഹരി മൃദംഗം, കലൈമാമണി കോവൈ സുരേഷ് ഘടം, പള്ളിക്കൽ സുരേഷ് കഞ്ചിറ എന്നിവർ പക്കമേളമൊരുക്കി. ശിവരാത്രി ദിനത്തിൽ നടത്തിയ സംഗീതാർച്ചനയുടെ ഉദ്ഘാടനം സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വിജയ് ദുർഗ രാജേന്ദ്രൻ നിർവഹിച്ചു. തുടർന്ന് പ്രസിദ്ധ സംഗീതജ്ഞൻ താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 30ഓളം പേർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനം നടത്തി. തുടർന്ന് സംഗീതാർച്ചനയും നടന്നു. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.